ഇന്ന് നമുക്ക് നമ്മുടെ നാടൻ പലഹാരമായ അരിയുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് കുത്തരിയാണ് എടുത്തിട്ടുള്ളത്. കുത്തരി എന്ന് വെച്ചാൽ നമ്മുടെ മട്ട റൈസ്. ഇത് നന്നായി കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു 1/2 കപ്പ് ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് തേങ്ങയും ചിരകി എടുത്തിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ 1 കപ്പ് തേങ്ങ ചിരകിയത് വേണം. പിന്നെ അതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു 2 ഏലക്കായും എടുത്തിട്ടുണ്ട്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പിന് പകരം ഒരു 1/4 കപ്പ് ശർക്കര നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരി നന്നായി ഒന്ന് വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കണം. വേണ്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരി ഞാൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ തീ നന്നായി കൂട്ടി വെച്ചുകൊണ്ട് തന്നെ വേണം ഇത് വറുത്തെടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അരി അങ്ങ് കരിഞ്ഞു പോവും, പക്ഷേ അത് നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടത്തുമില്ല. ഇത് നന്നായി ഇത് റെഡി ആയി കഴിയുമ്പോഴേക്ക് നമ്മൾ കടുക് പൊട്ടിക്കുന്ന പോലെ ഇതിങ്ങനെ പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ അരി റോസ്റ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ അരിയായിട്ട് പൊട്ടുന്ന ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ എല്ലാ അരിയും അതുപോലെ തന്നെ റോസ്റ്റായി കിട്ടുന്നതിന് വേണ്ടി നമ്മളിത് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മുടെ അരിയെല്ലാം റോസ്റ്റ് ആയിട്ടുണ്ട്. ആ പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനി കരിയുന്നതിന് മുമ്പ് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇത് ആറിക്കഴിഞ്ഞ് നന്നായി പൊടിച്ചെടുക്കാം. നമ്മുടെ അരി അതിൻ്റെ ചൂട് കുറഞ്ഞതിന് ശേഷം ഞാൻ ചെറുതായി ഒന്ന് പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ആ കുരു മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ അരി നന്നായി പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നമ്മുടെ അരി നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മിക്സിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും അതുപോലെ ശർക്കരയും കൂടെ ഇട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ശർക്കരയും അതുപോലെ തേങ്ങയും കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് ഇളക്കി എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നമ്മുടെ അരിയും ശർക്കരയും തേങ്ങയും കൂടി നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ തേങ്ങയുടെയും ശർക്കരയുടെയും നനവ് കൊണ്ട് തന്നെ ഈ നമ്മുടെ അരിപ്പൊടി നന്നായി കുഴഞ്ഞു കിട്ടും. വേറെ വെള്ളമൊന്നും നമ്മളിതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്ത് നമുക്ക് ഉരുട്ടി നമ്മുടെ ചെറിയ ലഡു പോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഉരുളകളായി നമുക്ക് ഇത് മുഴുവനും ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ 1 കപ്പ് അരിയായിരുന്നു എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 11 അരിയുണ്ടയോളം ഉണ്ടാക്കാൻ പറ്റി. ഇത് വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളിതിലേക്ക് പച്ച തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഒരാഴ്ചത്തേക്ക് നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. അതിൽ കൂടുതൽ ഇത് നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് ഈ ഉണ്ടാക്കിയ ഫസ്റ്റ് ഡേയിൽ ഇത് നല്ല സോഫ്റ്റാണ് ഈ അരിയുണ്ട. പക്ഷേ ഒരു ദിവസം കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് മുറുകി നമ്മുടെ അരിയുണ്ട കുറച്ചുകൂടി ഒന്ന് കട്ടിയാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു പലഹാരമാണ്. ട്രൈ ചെയ്ത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.